ബെൻഫിക്കോ എസ്റ്റാഡിയോ സ്റ്റേഡിയത്തിലെ രണ്ടാം പകുതി പോർച്ചുഗൽ സ്കോട്ട്ലൻഡിനെതിരെ ഒരു ഗോളിന് പുറകിൽ നിൽക്കുന്നു. രണ്ടാം പകുതി ആരംഭിക്കാനിരിക്കെ സമനില ഗോൾ പോലും നേടാൻ സാധിക്കാതിരുന്ന പോർച്ചുഗലിന്റെ പെർഫോമൻസിൽ ആരാധകർ ആശങ്കപ്പെട്ടിരുന്ന സമയം തങ്ങളുടെ പ്രിയപ്പെട്ട നായകന്റെ വരവ് മനസ്സിൽ ആഗ്രഹിച്ചു പോയ നിമിഷം പെഡ്രോ നെറ്റയെ പിൻവലിച്ചുകൊണ്ട് 7-ാം നമ്പറുകാരൻ കളത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇന്നയാൾക്ക് പ്രായം 40-നോടടുത്തു. എന്നിട്ടും വിശ്വാസം നശിക്കാത്ത ആ ജനത തീഷ്ണതയോടെ അയാളിലേക്ക് ഉറ്റുനോക്കി. അയാളുടെ വിശ്വാസം നഷ്ടപ്പെടാത്ത മുഖങ്ങളും കണ്ണുകളും എസ്റ്റാഡിയോ ഗാലറിയിൽ വ്യക്തമായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ 54-ാം മിനിറ്റിൽ റാഫേൽ റിയോയുടെ കണ്ണിംഗ് ക്രോസ് ഇടംകാലുകൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് സ്കോട്ടിഷ് വലയിലേക്ക് എത്തിക്കുന്നുണ്ട്. അന്നേരം വരെ പോർച്ചുഗലിന്റെ എല്ലാ ആക്രമണങ്ങളും തടഞ്ഞു നിർത്തിയ സ്കോട്ടിഷ് പടയാളികൾക്ക് ആ ഒരു ഗ്രൗണ്ടർ ഷോട്ട് നോക്കി നിൽക്കാനേ സാധിച്ചു. സമനില നേടിക്കൊണ്ട് പോർച്ചുഗൽ കളിയിലേക്ക് തിരിച്ചു വരുന്നു. ഇനി വരേണ്ടത് ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ആ വിജയ ഗോൾ മാത്രമാണ്. ശേഷം സമനിലയിലെങ്കിലും അവസാനിപ്പിക്കാമെന്ന് കരുതിയ സ്കോട്ടിഷ് വിരോധത്തിന്റെ കൂട്ടുപൊളിക്കുവാൻ പോർച്ചുഗൽ ടീം ഒന്നാകെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു 20 വയസ്സുകാരൻ്റെ യൗവനത്തിന്റെ കരുത്തോടെ പോർച്ചുഗൽ നായകനും അവർക്കൊപ്പം കൂടി. പോസ്റ്റ് വില്ലനായത് 2 തവണ. ഇതിനിടയിൽ സുന്ദരമായി ജാവോ ഫിലിക്സിലേക്ക് വെച്ചു നീട്ടിയ ആ ഹീൽ പാസ് മിനിറ്റ് സൂചി സഞ്ചരിച്ച് 90-ാം മിനിറ്റിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ അന്നേരം പോർച്ചുഗൽ ജനതയുടെ മനസ്സ് ഒന്നാകെ അയാളിൽ നിന്നും വ്യതിചലിച്ച് കാണണം. വീണ്ടും ബെഞ്ചിലെത്തിയ കഥ പറഞ്ഞ് പരിഹസിക്കുവാൻ വിമർശകരും കാത്തിരുന്നു. മക്ഡൊമിനിയുടെ ഗോളിൽ സ്കോട്ടിഷ് പട പോർച്ചുഗലിനെ പിടിച്ചുകെട്ടി എന്നായിരിക്കില്ല നാളത്തെ പത്രത്തിൽ വരാൻ പോകുന്ന വാർത്ത. മക്ഡൊമിനിയുടെ ഒറ്റ ഗോളിൽ ക്രിസ്ത്യാനോയെ പിടിച്ചുകെട്ടി എന്നായിരിക്കണം. അങ്ങനെ തയ്യാറെടുക്കുന്ന വാക്കുകളിൽ മഷിപ്പുരണ്ട് കാണണം. എന്നാൽ മത്സരത്തിന്റെ 88-ാം മിനിറ്റിൽ നൂനോ മെൻഡസിന്റെ ഇടംകാലൻ ക്രോസ് സ്കോട്ടിഷിന്റെ സെക്കൻഡ് പോസ്റ്റും ജിയാഗോ ജോട്ടയും കടന്ന് വരുന്നുണ്ട്. ആ ക്രോസിലേക്ക് ഊഴം കാത്തു നിൽക്കുന്ന ഒരു വേട്ടപ്പുലിയെ പോലെ യൂറോപ്പ് ദൽബിച്ചോ എന്ന് ഓമന പേരിട്ട് വിളിച്ച ആ ഗോളടിക്കാരൻ ഒറ്റ കുതിപ്പിൽ പാഞ്ഞെത്തുന്നുണ്ട്. തന്റെ വലംകാല് കൊണ്ട് സ്കോട്ടിഷിന്റെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുന്നുണ്ട്. തന്റെ 1000 ഗോളുകൾ എന്ന നേട്ടത്തിലേക്ക് ഒരു നാഴികക്കല്ല് കൂടി പിന്നിടുകയായിരുന്നില്ല അവിടെ സംഭവിച്ചത്. തന്നെ ഇത്രനാൾ വിശ്വസിച്ച, ഇനിയും വിശ്വസിക്കാൻ കാത്തിരിക്കുന്ന ലോകത്തിലെ കോടാനുകോടി ജനങ്ങൾക്ക് മുന്നിൽ തനിക്ക് ഇനിയും അവതരിക്കുവാൻ ആയുസ്സുകൾ ബാക്കിയുണ്ട് എന്ന് തെളിയിക്കുന്ന നിമിഷം കൂടിയായിരുന്നു. ഗോളിന് ശേഷം അയാളുടെ പ്രത്യേക ആക്ഷൻ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ പലപ്പോഴും അയാൾ നമ്മൾക്ക് മുന്നിൽ ചെയ്ത് പഴകിയതാണ്. എന്നാൽ ഇന്നേരം അതിന് വലിയൊരു സൂചനയുണ്ട്. അതെ, ഞാൻ ഇവിടെയുണ്ട്, ഇവിടെ തന്നെയുണ്ട്, അവസാനിക്കാത്ത നാമമായി, അണയാത്ത ആഴിയായി. കഠിനാധ്വാനം കൊണ്ട് വിധിയെയും വയസ്സിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ ഈ ഫുട്ബോൾ ലോകത്ത് ഇന്നും ആഘോഷിക്കപ്പെടുമ്പോൾ ലോകം അയാളിലേക്ക് മാത്രം ഉറ്റുനോക്കുന്നു. ഇക്കഴിഞ്ഞ 2 കളികൾ മാത്രം മതി നിങ്ങളുടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ. ഗോളുകൾ കൊണ്ട് റെക്കോർഡുകൾ തീർത്താൽ കാര്യമില്ല എന്ന് പറയുന്നുള്ളൂ. ഗോളുകളില്ലാതെ ഫുട്ബോളിൽ വിജയമില്ല. നാളെ പക്ഷേ ഈ പോർച്ചുഗൽ എന്ന ടീം ഉണ്ടായേക്കാം. പക്ഷേ മറ്റൊരു റൊണാൾഡോ അതൊരിക്കലും സാധ്യമാവുകയില്ല. ഒരിക്കലും അവസാനിക്കാത്ത ആഴിയായി അയാൾ ഈ ലോകത്ത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം പരിഹസിക്കുന്നവർക്ക് മുന്നിലും വിമർശിക്കുന്നവർക്ക് മുന്നിലും ഒറ്റയ്ക്ക് പൊരുതി വിജയിക്കുവാൻ സാധിക്കുമെന്ന് ഈ ലോകത്തിന് സന്ദേശം നൽകിയ മനുഷ്യനാണ് അയാൾ. നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുക, അയാൾ റെക്കോർഡുകൾ പിന്നിട്ടുകൊണ്ടേയിരിക്കും. തൻ്റെ പേരിൽ ലോകത്തിന് നെറുകയിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒന്നോർക്കുക, വീണ്ടും പറയുന്നു, അയാൾ ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നില്ല. വീട് വിട്ട് അമ്മയ്ക്ക് വേണ്ടി ലോകം വിട്ടുപിടിക്കുവാൻ ഇറങ്ങിയവനാണ്. ദ മാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ.